ബാക്ക്, ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് 80. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം MSN ട്രോൾ സീരീസിലാണ് സുഹൃത്തുക്കളെ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിതാ ഇവിടെ നമ്മുടെ സ്വന്തം മല്ലു ജീറ്റി ഗെയിമർ ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഇനി എനിക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ, ബോധിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് പിറക്കര വന്നിരിക്കുന്ന നമ്മളെ സ്വന്തം ജുഗില് VC-യിലില്ല ഇപ്പോൾ. ഓക്കെ, ജുഗില് അവിടെ നിപ്പുണ്ട്, എന്തൊക്കെ പരിപാടികളായിട്ട് നിപ്പുണ്ട്. ഓക്കെ, നിക്ക്. ഇവിടെ കുതിരയുടെ വീട് ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് പൊട്ടി പോയി, എനിക്കറിയായിരുന്നു. പക്ഷെ ഇത് മൂടിത്തന്ന വലിയ ഉപകാരമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് വീട് മാറ്റായിരുന്നതാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഫൈനലി GTയുടെ നിന്ന് പണി കിട്ടിയിട്ടുണ്ട്. മിസ്റ്റർ ജുഗിൽ, നമസ്കാരം. എന്തൊക്കെയുണ്ട് പരിപാടികൾ? നോമിന്റെ വീട് ഇതാ ഇവിടെ നിന്ന് പറന്നു പോയിരിക്കുന്നു. നമുക്ക് രണ്ട് ടീം രണ്ട് പടക്കം കൂടെ പൊട്ടിച്ചളഞ്ഞാലോ? പൊട്ടിക്കാടാ, പടക്കം ഞാൻ പൊട്ടിക്കാൻ. നിന്റെ വീട് അവിടെ തന്നെ ഉണ്ടല്ലേ? നീയാണോ? നീയല്ല, എനിക്കറിയാം. ഞാൻ പൊട്ടിച്ചതൊക്കെ നമുക്ക് അറിയാം. ഇവിടെ താണ്ട ഒരു പെട്ടിക്കൂട് ഉണ്ടായിരുന്നല്ലോ, അത് ആരോ പൊട്ടിച്ചു. എന്നോട് കളിക്കാൻ എന്തുവാടാ, എന്നോട് കളിക്കാൻ വരരുത് മോനെ. എങ്ങനെ ഉണ്ട് ട്രോള് ബൈ സ്പൂക്കി? കള്ള, നിന്നെ കാര്യം കൊണ്ടാണ്. നീയെ പൊട്ടിക്കൂ, നിങ്ങൾ തമ്മിലായിരുന്നു ഫൈറ്റ്. ആണോ? അതായത് നമ്മുടെ സിറ്റിയിൽ പുതുതായിട്ട് എന്തെങ്കിലും ബിൽഡൊക്കെ വന്നിട്ടുണ്ടോ അറിയത്തില്ല, അതുകൊണ്ട് ചോദിക്കാം. ഒന്നും വന്നിട്ടില്ല. നല്ല കാര്യം, വരൂ. ഇനി ഞാനൊരു കാര്യം, എൻ്റെ ഒരു പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് മൂടിയിട്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പ് കൊണ്ടുവരാന്നാണ്. റോഡിൽ കൂടെ പോകുന്നവർക്കൊക്കെ പെട്രോൾ അടിക്കണ്ടേ. പെട്രോൾ പമ്പ് മീൻസ് കുതിരയ്ക്ക് വൈക്കോല് വെക്കാം. ഇവിടുത്തെ കുതിരയാണല്ലോ ഇവിടുത്തെ വാഹനം. അതെ 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 അതെ. എന്താണ് മിസ്റ്റർ ജുഗിൽ? അപ്പൊ മിസ്റ്റർ ജുഗിൽ, താങ്കൾ ഇവിടെ പുതിയ ബിൽഡുകളൊന്നും കൊണ്ടുവരുന്നില്ലെന്നാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയ റൂമർ. എന്താണ് താങ്കൾ ഇങ്ങനെ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നത്? എന്തോ കമ്പി ആണോ? കുറച്ച് ഇങ്ങോട്ട് നിക്കണം, ഇങ്ങോട്ട് നിന്ന്, അങ്ങോട്ട് നിന്ന്. വാ. ഇതൊക്കെ ആരാണ് ഇവിടെ സെറ്റ് ചെയ്തത്? F ഗെയിമിംഗ് ആണോ ഇവിടെ ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തത്? എന്താടാ താനത്ര സ്ലോ? ഷോയാ? നീ ഷോ ആണെന്ന് എനിക്ക് പണ്ടേ അറിയാം. നിനക്ക് ഇത്തിരി ഷോ കൂടുതല. ഓക്കെ, ഇതൊക്കെ ഇവിടെ തന്നെ ജീവനോട്ടോ ഉണ്ടോ? ഇൻഡിപെൻഡൻസ് ഡേ ബ്രോ. ഇൻഡിപെൻഡൻസ് ഡേ ഇവിടെ സെറ്റാണ്. അവിടെ പശുവാ കുതിര എന്തൊക്കെ നിൽക്കുന്നല്ലേ അവിടെ? കുതിരയായിരുന്നു, സോറി. ഇതാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിൽഡ്. കണ്ടോ, നമ്മളെ ഇന്ത്യൻ ആർമിയുടെ ജീപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിൽഡ്. ഓക്കെ, ഞാനും മല്ലു GT ഗെയിമർ കൂടെ സെറ്റ് ചെയ്തതാണിത്. ജുഗിലിനെ അങ്ങനെ നമുക്ക് അധികം കിട്ടാറില്ല. ഇന്ന് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ അവന് പണി കൊടുക്കണം. സോറി, അങ്ങനെയല്ല. റോക്കറ്റാ? ഇതെന്താ? പെട്ടെന്ന് കാണാതോ? ആരാ? എന്താ താനാരാ? താനാരാ? ഇത് ഞങ്ങളെ ഏരിയയാണ്. നിനക്ക് ഇദ്ദേഹത്തെ മുൻപരിചയം ഉണ്ടോ? ഇല്ല. നീ അവിടെ അടങ്ങിയില്ല. ഞാൻ ചോദിക്കട്ടെ, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കട്ടെ. ബ്രോ, നിങ്ങളെ പേരെന്തിനാണ്? ബണ്ണീദാസ്. ലിയോദാസ്, യുദാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്താ പുതിയ അവതാരം? ബണ്ണീദാസ്. ആരാ ഇവനെ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, കൊടുത്തോ.
എനിക്ക് ബുദ്ധിമുട്ടില്ല. എന്റെ പേര് നോട്ട് ക്രാഫ്റ്റ്, ഇവന്റെ പേര് സ്പൂക്കി ക്രാഫ്റ്റ്, എന്നാലും എല്ലാരും ജുഗിലെന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇത് ഞങ്ങളിവിടെ ഒരു 8 മാസത്തിൽ അധികമായി ഇവിടെ വന്നിട്ട്. നമ്മൾ ഇവിടെ ഒരു വലിയ സിറ്റിയൊക്കെ ബിൽഡ് ചെയ്തെടുത്ത് ഇവിടെ ഒരുപാട് പേരുണ്ട്, വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങോട്ട്. ഇവരെ കേറി വന്നിട്ട് തന്റെ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിക്ക ജുഗില് ഒന്നും നിക്ക്, പുള്ളി പറയുന്നൊന്ന് കേക്കട്ടെ ഞാൻ. ആധാരോ? അല്ല, ഈ സ്ഥലത്തിന്റെ ആധാരം എങ്ങനെ കൈ വരും? നമ്മളിവിടെ വന്നപ്പോ ഒരു വില്ലേജ് മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു. നമ്മള് പിന്നെ ബാക്കിയുള്ള സ്ഥലമൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്താണ് സെറ്റ് ആയത്. കുളവും തന്നെതാ ജുഗില്. ഞാൻ നാട് വിടാൻ പോണ കേട്ടാ. കള്ളം പട്ടയം ഉണ്ടാക്കിയല്ലേടാ നമ്മൾ ഇത് അനാവശ്യം പറയുന്നത്. ഞാനാണ് ഇവിടെ വന്നത് ഈ സ്ഥലം എടുത്തത്. ബ്രോ, ഞാൻ കാര്യം പറഞ്ഞുതരാം. ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ കുറച്ച് വില്ലേജേഴ്സ് ഉണ്ടായിരുന്നു. അവന്മാരുമായിട്ട് സംസാരിച്ചപ്പോ അവന്മാര് പറഞ്ഞ്, നിങ്ങൾ ഇവിടെ സിറ്റി ബിൽഡ് ചെയ്തോ, ഞങ്ങളെ വില്ലേജിന്റെ കുറച്ച് ഭാഗം മാത്രം ബാക്കി വെച്ചിട്ട് നിങ്ങൾ ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്തോളാം, ഞങ്ങൾക്ക് ഫുൾ റൈറ്റ്സ് തന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ ബിൽഡ് ചെയ്ത് തുടങ്ങിയത്. ആരെന്ന് പറഞ്ഞേ? അവിടെ വില്ലേജില് ശംഭു എന്ന് പറയുന്ന ഒരു പച്ചക്കോട്ടിട്ട വില്ലേജർ, ആ പുള്ളിയാണ് നമ്മളെ അടുത്ത് പറഞ്ഞത്. പുള്ളിയാണ് അവിടുത്തെ മൂപ്പൻ എന്താ അങ്ങനെ എന്തൊരു സാധനമാണെന്ന് പറഞ്ഞ്. ഇവിടുത്തെ ഒറിജിനൽ ഓണർ ഇപ്പൊ ഇല്ല, പുള്ളിയാണ് എല്ലാം ഏൽപ്പിച്ചിട്ട് പോയത്. നമ്മള് ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു പുള്ളി. അത് മാത്രല്ല, ഞങ്ങൾ 200 മില്യൺ ഡയമണ്ട് കൊടുത്തിട്ടാണ് ഈ സ്ഥലം ഫുള്ള് വാങ്ങിയത്. അതറിയാവോ? വന്ന വഴിക്ക് വെക്കൂടെ? അങ്ങനൊന്നും പോകാൻ പറ്റൂല. ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ്. ഞാനൊരു വർക്കിന് പോയത് അപ്ലിക്കേറ്റ സ്ഥലം. ബ്രോ, അത് എന്നാലൊരു കാര്യം ചെയ്യ്, ഞങ്ങളെ 200 മില്യൺ ഡയമണ്ട് തിരിച്ചാ ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം, വിഷമിക്കണ്ട. കുറച്ച് സമയമാണ് ആ പുള്ളിക്കാരനെ തപ്പെടുന്നത്. അല്ലേ, ഞാൻ കാര്യം ചോദിക്കട്ടെ, ഞങ്ങള് അവിടെ അപ്പുറം ഇപ്പുറമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാതെ വെച്ചിരുന്ന, പിന്നെ താങ്കൾ ഇങ്ങനെ ഇതിനകത്ത് കയറി, അതാണ് എനിക്ക് അറിയാൻ വയ്യാത്ത. കുതിര ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത. ഓക്കെ, കുതിര ഞാൻ എടുത്തോളാം കേട്ടോ. താങ്ക് യു. ആ ജുഗിൽ ഇത് വൈറ്റ് പേൾ ആണല്ലോടാ. വൈറ്റ് പേൾ കൊള്ളാം ബ്രോ. ഇതിന് എത്ര വില വരും? അല്ലല്ല, എന്നാലും ഇത് ചോദിച്ചതിന് എത്ര വിലക്കാണ് മേടിച്ചതെന്ന് എനിക്ക് വാങ്ങിക്കാനായിരുന്നു. 100 സ്റ്റാക്ക്. 100 സ്റ്റാക്ക്. ഓക്കെ, വൈറ്റ് പേൾ കിടിലോടാ, സ്പീഡ് കൊണ്ട് നല്ല കിടിലം കുതിരയുണ്ട്. അത് പോട്ട്. അപ്പം ബ്രോ, ഇതിപ്പോ നമ്മളെ ഏരിയയാണ്, ബ്രോ ഇവിടുന്ന് പോയാ പറ്റൂ. അങ്ങനെ പറയുന്നത് എന്റെ സ്ഥലം. ഞാൻ കഷ്ടപ്പെട്ട് കുറെ ഏരിയ ഇതാക്കി വെച്ചതാണ്, വെട്ടിപ്പിടിച്ചെടുത്താണ് എന്റെ അമ്പലപ്പൂപ്പന്മാരായിട്ട്. ഞങ്ങളിവിടെ ഇപ്പൊ നിങ്ങൾക്ക് 200 മില്യൺ ഡയമണ്ട് ഇൻവെസ്റ്റ് ചെയ്തതും പോരാഞ്ഞിട്ട് ഞങ്ങള് ഇപ്പം അതിന്റെ കൂടെ തന്നെ ഇവിടെ 50 മില്യൺ ഡയമണ്ട് ചെലവഴിച്ചിട്ടുണ്ട്. ഇത്രയും ബിൽഡൊക്കെ ഇവിടെ ഒരുപാട് ബിൽഡുകൾ ഇപ്പൊ നമ്മൾ ചെയ്ത്, പ്രൊജക്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടം പോലെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മള് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ഒക്കെ നടത്തി, അതിനൊക്കെ നല്ല ജീപ്പൊക്കെ കൊണ്ടിറക്കി. എത്ര ചെലവായെന്ന് ബ്രോയ്ക്ക് തന്നെ ഊഹിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഈ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് താങ്കളുടെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെന്ത് ചെയ്യും? ഞങ്ങൾക്ക് ആധാരം ഒന്ന് കാണണം കേട്ടോ. പിന്നെ കാണിച്ചാൽ മതി. ഇപ്പൊ അത്യാവശ്യമൊന്നുമില്ല, പിന്നെ കാണിച്ചാൽ മതി. ആധാരം
അതൊരു പട്ടി തിന്നു. പട്ടിയുടെ വയറ്റുന്നത് എടുക്കാൻ വേണ്ടിട്ട് പട്ടി തിന്ന എടാ എന്തര ഉടായ്പുണ്ട് കേട്ടോ, പട്ടി തിന്നൊക്കെ ആധാരമൊക്കെ ആരെങ്കിലും അങ്ങനെ കൊണ്ട് കളയോ? ഈ സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, അപ്പനപ്പൂപ്പന്മാരായിട്ട് പിടിച്ചടക്കിയ സ്ഥലമാണ്. ഇപ്പോഴാണ് ഈ ആധാരത്തിന്റെ പേപ്പറിലൊക്കെ വന്നത്. മിസ്റ്റർ ബണ്ണിദാസ്, മിസ്റ്റർ ബണ്ണിദാസ്, മിസ്റ്റർ ബണ്ണിദാസ്, ഈ ഓല ആനയല്ലേ തിന്നുന്നത്, പട്ടിയും തിന്നാൻ തുടങ്ങിയോ? ഹലോ ഒന്ന് മാറോ, ഒന്ന് മാറോ. എന്നാ പിന്നെ താങ്കൾ താങ്കളുടെ സ്ഥലമാണെന്നും പറഞ്ഞപ്പോ താങ്കൾ ഇപ്പൊ സത്യത്തിൽ എവിടെ നിന്നാണ് വരുന്നത് അതൊന്ന് പറ. ഞാൻ എന്താ പറയുക, ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ്. എന്നെ ഒരു കെട്ടിടം പണിയാനായിട്ട് അവര് വിളിച്ചു കൊടുത്തതാണ്. അപ്പൊ അങ്ങനെ പോയതാ ഞാൻ. പുള്ളി ബ്രോ സത്യത്തിൽ എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ ആയിരുന്നു താമസിച്ചിരുന്നത്. ഇവിടെയോ? ഇവിടെയാണോ താമസിക്കുന്നത്? എന്നാ ഇവിടെ ഒരു വീട് വെച്ച് വിടറാ പുള്ളിക്ക്, ഇവിടെ താമസിച്ചോട്ടെ. ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നില്ല. ആ ഗ്രാമത്തിന്റെ തൊട്ടടുത്ത് ഒരു വലിയ വീടുണ്ടായിരുന്നു. ഗ്രാമം ഇവിടെ വരെ ഇല്ലായിരുന്നു, ഇതോ ആ മതിലിന്റെ അപ്പുറം വരെ ഉള്ളായിരുന്നു, ഇങ്ങോട്ടില്ല. ഈ ഭാഗത്ത് എവിടെയായിട്ടാണ് ഒരു വീട് ഉണ്ടായിരുന്നത്. ആ ലൊക്കേഷൻ ഓർമ്മിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആണോ? എന്നൊരു കാര്യം ചെയ്യട്ടാ, പുള്ളി നമ്മളെ സിറ്റിയില് ജീവിച്ചോട്ട് കൊഴപ്പില്ല. പുള്ളി നമ്മളെ സിറ്റിയില് ജീവിച്ചോട്ട് ചിലപ്പോ ആ വില്ലേജർമാര് ചിലപ്പോ പുള്ളിയെ പറ്റിച്ചതായിരിക്കും, നമ്മളെ പറ്റിച്ചതായിരിക്കും. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഒരു ഡീലിലങ്ങ് പോവാം. എന്താണ് പണി താങ്കളുടെ അഭിപ്രായം? വീടൊക്കെ നമ്മള് സെറ്റ് ആക്കി തരാം. ഇവിടെ ഇഷ്ടം പോലെ വീടുകൾ ഉണ്ട് ബ്രോ, വരൂ. നമ്മളെ ബണ്ണിദാസ്, വെൽക്കം ടു MSN സിറ്റി. നമസ്കാരം. എന്താടാ വാ വാ, ഇവിടെ നമ്മുടെ ക്ലൗൺ എന്ന് പറയുന്ന ഒരു പുള്ളി സെറ്റ് ആക്കിയ വലിയൊരു സ്റ്റേഡിയം ഒക്കെ ഉണ്ട്, കണ്ടോ? ഇവിടുന്ന് ചാടി ഇറങ്ങാം, ഭയങ്കര ഹൈടെക്, എല്ലായിടത്തൂടെ വഴിയുണ്ട്. ഫിഫ വേൾഡ് കപ്പ് ഇല്ലേ, ഫിഫ വേൾഡ് കപ്പ്, ആ സ്റ്റേഡിയം പണിതത് ഞാനാണ്. സ്റ്റേഡിയം പണിതത് ഞാൻ. താങ്കളാണ് അതിന്റെ സ്ഥലം കൊടുത്തത്? അതെ അതെ അതെ, ഞാൻ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണല്ലോ. ജുഗിലെ, ഇത് നിന്റെ മാമനാണെന്ന് തോന്നുന്നു കേട്ടാ, നിന്നെക്കാട്ടി വലിയ തള്ളു. ഞാൻ പോണു. നമുക്ക് റൗണ്ട് അടിച്ചു പോവാം, നമ്മളെ സിറ്റി ഫുള്ള് കാണാനായിട്ട്, കാണിച്ചു തരാനായിട്ട്. ഇതാണ് അണ്ടർ കൺസ്ട്രക്ഷൻ ആയിട്ട് 5 മാസം കൊണ്ടേ ഇരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. എക്സാമ്പിൾ തന്നെ പോലെ ഒരു കഴിവില്ലാത്തവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഇത്. ഞാനാ മനസ്സിലായോ? എന്നാ ഉദ്ദേശിച്ച? അതെ പുള്ളിയെ ആരാ? നീ ആരാ ഇപ്പൊ പറഞ്ഞ? ഓക്കെ കമോൺ ഗൈസ്. അപ്പൊ ഇതാണ് 5 മാസമായിട്ട് പണിഞ്ഞോണ്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. ഇതെന്ന് പണി കഴിയുമെന്ന്, 2026 അവസാനത്തിലെങ്കിലും പണി തീരുമെന്ന് നമുക്ക് അറിയത്തില്ല. അത്രയ്ക്ക് വലിയ പ്രൊജക്റ്റ് ആണ് ഇത്, കുറെ നാളായി. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വാ, നമുക്ക് ഒരു റൗണ്ട് അടിച്ച് കറങ്ങി പോവാം, അല്ലെങ്കിൽ എല്ലാം കണ്ടു തീരൂല. ഇങ്ങനെ വരുമ്പോൾ ബണ്ണി, ആ മഞ്ഞ കളർ വീട് കണ്ടോ? സിറ്റിയിലെ ഏറ്റവും വൃത്തിയായിട്ട വീടാണത്. അവിടെ കേറേ ചെയ്യരുത് കേട്ടോ. മനസ്സിലായി കാണുമല്ലോ ആരെ വീടാണെന്ന് കണ്ടപ്പോഴേ. ലോൺ എടുക്കും. എനിക്ക് ഇങ്ങനെ പുള്ളി ചുമടെടുക്കാറുണ്ടെന്നും പറഞ്ഞ് നിന്നെ പോലുള്ളവന്മാരെടുക്കാറില്ല അല്ലേ? വാ വാ. അതെ അതെ അതെ, അതല്ലേ പറഞ്ഞ ഇവിടെ ഇഷ്ടം പോലെ പൈസ നമുക്ക് ചെലവായത്. ഇതാണ് നമ്മളെ ഈ പറയുന്ന ജുഗിൽ എന്ന് പറയുന്ന പുള്ളിയുടെ വീടാണിത്. 24 മണിക്കൂർ പൊട്ടിക്കിടക്കാറുള്ള വീടും ഇതാണ് കേട്ടോ. ബണ്ണി, പിന്നെ ഞാനൊരു കാര്യം പറയട്ടോ, ഇത് സാധാരണ ഒരു സിറ്റി അല്ല കേട്ടോ. ഇത് സാധാരണ ഒരു സിറ്റി അല്ല, ഇവിടെ നഷ്ടങ്ങൾ സംഭവിക്കും.
എല്ലാ നഷ്ടങ്ങൾ അത് വഴിയെ കാണിച്ചു തരാം. നിക്ക് പറയുന്നില്ല, വഴിയെ കാണിച്ചു തരാം. വാ, ഇതാണ് ഇവിടുത്തെ നമ്മളെ ഫയർ സ്റ്റേഷൻ. ഇതിവിടെ വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ പൊട്ടിത്തെറിയും തീയും പുകയാണ്. അതുകൊണ്ട് ഇത് ആവശ്യമുണ്ട് ഇവിടെ. അതെ, എക്സ്പെരിമെന്റ് നടക്കാറുണ്ട്. കമോൺ, കാണുന്ന വീടാണ് നമ്മുടെ സ്വന്തം. ഇവിടെ നമ്മള് ബ്രോയെ പോലെ ഇവിടെ എത്തിപ്പെട്ട ഒരു എന്തുവാര് സർക്കസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പുള്ളിയാണ്. ക്ലൗൺ എന്നാണ് പേര്. അത് ബ്രോയെ പോലെ അലഞ്ഞിരിഞ്ഞ് ഇവിടെ എത്തിയതാണ്. പുതിയൊരു മാജിക് കണ്ടുപിടിച്ചിട്ടുണ്ട്. തൊപ്പിന്ന് മുയലിനെടുക്കുന്നത് തന്നെ വെച്ച് ചെയ്തോളൂ. ബണ്ണി, ഞാൻ ഇനി ഒരു കാര്യം പറയട്ടോ. എന്തെങ്കിലും ചൊറിഞ്ഞ വർത്താനം കേട്ട് കഴിഞ്ഞാൽ അപ്പോഴേ കൊടുക്കണം കേട്ടോ. ഇതാ ഇതുപോലെ. നാളെ കാണാം. ഓക്കെ, ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. അവിടേക്ക് മാറാൻ പറ്റൂല. ഒരുത്തനെ കുഴി തള്ളിയിട്ട് ഞാൻ അവിടെ കാണാം. അപ്പൊ ഇവനാണ് ഇവിടെ പൊട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ. കൊല്ലവനെ. അക്ഷരാഭ്യാസം ഇല്ലാത്ത പുള്ളിയാണെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യുദ്ധം നടക്കാറുണ്ട് പഴയ പോലെ. ഡെയിലി യുദ്ധം. ഈ സിറ്റിയിൽ ഒട്ടും ആവശ്യമില്ലാത്തൊരു സാധനം. നമുക്ക് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ പറയുകയാണെങ്കിൽ നല്ലവനാണ്. ഇവിടുത്തെ മല്ലു ജിടി ഗെയിമറിന്റെ വീടാണ് ആ പൊട്ടിക്കിടന്നതായിട്ട് കണ്ടത് കേട്ടോ. ഇത് മല്ലു ജിടി ഗെയിമർ നടത്തുന്ന ഒരു പോലീസ് സ്റ്റേഷൻ. എപ്പോഴും ജുഗലിനാണ് പിടിച്ചിടാറുള്ളത്. കൂടുതലും നിൽക്കാറുള്ളത്. അവിടെ ഒരു പാലമുണ്ട്, അതിന്റെ അണ്ടർ ബ്രിഡ്ജിലാണ് നിൽക്കാനുള്ളത്. അതെ അതെ, ജുഗലിനെ പോലെ. ഇവെന്താ ചാവാത്ത? ഇവര് ഇഷ്ടം പോലെ ഹെൽത്ത് ഉണ്ടെന്ന് തോന്നുന്നു. ചാവുന്നില്ല, കൊറേ നേരമായി. ഉണ്ടോ? അതെ, വണ്ടിക്ക് ഇനി ഞാനൊരു കഥ പറഞ്ഞുതരാം. ഇനി വന്ന ഇതെന്ത് പോകാനൊക്കെ കേറിയ ആ ഫയർ സ്റ്റേഷന് ഒരു ഫയർ എഞ്ചിനെ ഇങ്ങോട്ട് വിളിക്കണമെന്ന് തോന്നുന്നു. പുകയൊക്കെ കേടാം. ഈ ലോക്കപ്പ് കണ്ടോ? ഈ ലോക്കപ്പിൽ കിടന്ന് ഒരുത്തൻ അപ്രത്യക്ഷമായി പോയി ഈ സിറ്റിന്ന്, അറിയാവോ? ഇവിടെ നേരത്തെ ഇപ്പൊ ഇവിടെ പച്ച കളർ ആയിട്ട് നമുക്കുള്ളത് ഒരു എഫ് ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. എഫ് ഗെയിമിങ്ങിന്റെ ഒരു ചേട്ടൻ ഇവിടെ ആദ്യമേ ഉണ്ടായിരുന്നു. പച്ച കളർ ആയിരുന്നു പുള്ളിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഡ്രഗ്സ് ഒക്കെ പിടിച്ചെടുത്തിട്ട് പുള്ളിയെ ഇവിടെ കൊണ്ട് നമ്മളെ GT ഇട്ടു. ഇവിടെ കൊണ്ട് ലോക്കപ്പ് ഇട്ടു. പിന്നെ പുള്ളിക്ക് അപ്പുറത്തെ സൈഡില് ആ കാട് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇവിടെ ആണെങ്കിൽ ഇതാ വലിയൊരു മതിൽ കെട്ടി വെച്ചിട്ടുണ്ട്, ഒന്നും കാണാനില്ല. സിറ്റി ആയിട്ട് യാതൊരു ബന്ധമില്ലാതെ പുള്ളി ഇതിനകത്ത് കിടന്ന് 2-3 മാസം കിടന്നു. പിന്നെ പുള്ളിയെ കണ്ടിട്ടില്ല ആരും. ഇവിടെ നിന്ന് അപ്രത്യക്ഷമായി പോയി. അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ ഈ പോലീസ് സ്റ്റേഷന്റെ അടുത്തോട്ട് വരാൻ പാടില്ല. പോലീസ് തന്നെ വെച്ചിട്ടുള്ള വാണിംഗ് ആണ്. ഈ രാത്രി കാലങ്ങളിൽ ഈ പോലീസ് സ്റ്റേഷന്റെ അടുത്തോട്ട് വരാൻ പാടില്ല. ഇത് ഇവിടെ ചെറിയൊരു ഗ്രീൻ ഹൗസ് പോലെ നമ്മളെ എഫ് ഗെയിമിംഗ് സിഗ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സിഗ്മ ആണെന്നാ പറയുന്നത്, പക്ഷെ ചെറുക്ക സിഗ്മ അല്ല. ഓക്കെ, ഇത് എഫ് ഗെയിമിംഗ് സിഗ്മയുടെ ഷോപ്പാണ്. ഇനി എന്റെ വീടല്ലേ ബ്രോ തിരക്കുന്നത്? കാണ്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ഇവിടുത്തെ മഹാനായ ഒരു വ്യക്തി അത് പൊട്ടിച്ചു. പോലീസ് സ്റ്റേഷൻ നടത്തുന്ന ഒരു മഹാനായ വ്യക്തി അത് പൊട്ടിച്ചു. പോലീസ് ഓഫീസറിനെ ക്രൈം ചെയ്യുന്നു. ഇത് എന്ത് സിറ്റിയാണ്? അതല്ലേ പറഞ്ഞു, ഇത് സാധാരണ ഒരു സിറ്റി അല്ലെന്ന്.
ഇവിടെ എനിക്കൊരു കുതിര കൂടെ ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ആരോ പണ്ട് തന്നെ കുതിര അടിച്ചോണ്ട് പോയത്. കുതിരയ്ക്കൊന്നും ഒന്നും പറ്റിയില്ല. മൃഗങ്ങളെ നമ്മള് ഇവിടെ മൃഗങ്ങൾക്ക് ആവത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത് ഹോസ്പിറ്റൽ. ഇത് പൊട്ടിക്കിടന്ന ഒരു വീടാണ്. പുള്ളി ഇപ്പൊ പണിഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ പുള്ളിയുടെ പേരാണ് സോൾ കിങ്. ഇവിടുത്തെ നീല മനുഷ്യനാണ്. നീല മനുഷ്യൻ. ഇതാണ് ഹോസ്പിറ്റൽ. ഇതാണ് ജുഗിൽ സ്ഥിരം വന്ന് കിടക്കുന്ന സ്ഥലം. വേറെ പല സാധാരണ രോഗമല്ലാതെ വേറെ പല രോഗങ്ങൾക്കും വന്ന് കിടക്കുന്ന സ്ഥലം. ഇനി നമുക്ക് സിറ്റിയുടെ ഹൃദയഭാഗം, എല്ലാ സിറ്റിക്കും ഒരു ഹൃദയഭാഗം കാണുമല്ലോ, അത് നമുക്കുണ്ട്. ക്യാപിറ്റൽ, ഈ സിറ്റിയുടെ ക്യാപിറ്റൽ സ്പോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് ഈ ഒരു ഏരിയ. വെൽക്കം ടു MSN സിറ്റി ക്യാപിറ്റൽ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ സിറ്റി ബാങ്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, 2 തവണ ഇവിടുന്ന് കൊള്ള നടന്നിട്ടുണ്ട്. വിശ്വസിക്കാൻ കൊള്ളുന്ന ബാങ്ക് അല്ല. എല്ലാം നടന്നു. പിന്നെ ഇതാണ് സിറ്റിയുടെ പേരൊക്കെ കണ്ടില്ലേ? സിറ്റിയുടെ പേരൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ടില്ലേ? ഓക്കെ, ഇതാണ് നമ്മളെ ക്യാപിറ്റൽ ബിൽഡ്, സ്പോൺ ബിൽഡ് എന്ന് പറയും. ഇവിടെയാണ് എല്ലാരും വന്ന് ജനിച്ചു വീഴുന്നത് തല്ലിക്കൊല്ലുമ്പോ. അവൻ പോയി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ മെക്ഡൊണാൾഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ പുതിയൊരു ഷോപ്പ് ഇപ്പൊ വൈകാതെ ഇടും കേട്ടോ. ഒരു ഷോപ്പ്, നമ്മളെ KFCയുടെ വേറൊരു പരിപാടി. ഓക്കെ, ഇവിടെ പിന്നെ എഴുതി വെച്ചേക്കുന്നുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്തേക്കുക. അതെ, എല്ലാരും ചെയ്യണം. ഞാൻ റോഡ് ടു 2K ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പവർ ആക്കുക, നിങ്ങളെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മളെ അമ്യൂസ്മെന്റ് പാർക്ക്. കമോൺ, ഇത് ആരെ ബിൽഡാണെന്ന് ഗസ് ചെയ്യാവോ? എന്നാലും ഗസ് ചെയ്ത് നോക്ക്, എന്നിട്ട് ഞാൻ പറയാം ആരാണ്. എന്റെ ആണ്. ഞാൻ വിചാരിച്ച വേറെ ആരെങ്കിലും പറയുന്നു. ഇത് പണി കഴിഞ്ഞിട്ടില്ല. ഇത് ഞാൻ പ്ലാൻ ഇട്ടത്, ആദ്യമായിട്ട് ഇത് ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ടത് മറ്റേ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയില്ലേ, ആ സമയത്താണ് പ്ലാൻ ഇട്ടത്. പക്ഷെ ഞാൻ ഇത് ചെയ്യാതെ വേറെ പരിപാടികളൊക്കെ ആയിട്ട് പോയോണ്ട് ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും നടന്നില്ല. പിന്നെ ഇതെല്ലാം ക്ലിയർ ആക്കി എടുത്ത് ഇതിപ്പം ഈ ഒരു സാധനം ചെയ്തിട്ട് തന്നെ, റോളർ കോസ്റ്റർ സെറ്റ് ചെയ്തിട്ട് തന്നെ ഒരു 2 മാസത്തിൽ കൂടുതലായി. സമയം കിട്ടുന്നില്ല ചെയ്യാനായിട്ട്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ റോളർ കോസ്റ്റർ റൈഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ജെയിന്റ് വീലൊക്കെ ഉണ്ടാക്കണം, സെറ്റ് ആക്കണം, പവർ ആക്കണം. ഒരു റൈഡ് പോവാം. അതിന്ന് മൈൻകാർട്ട് ഞാൻ വയ്ക്കാം. ഓക്കെ, ഏന്നോ? ഓക്കെ, വിട്ടാ. നീ ഇതിവിടെ വെക്കണം, കയറിയിരിക്കണം, സ്വിച്ച് ഞെക്കണം. ഓക്കെ, ബൈ. ഇവിടെ തന്നെ നിങ്ങളെ പറ്റിച്ച വില്ലേജ് ഒക്കെ കാണാമല്ലോ, ആ പൊക്കത്ത് റൈറ്റ് സൈഡിൽ കാണാതിരിക്കുമല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ആ വില്ലേജിന്റെ ഏരിയയും കൂടെ തകർത്തും കെടുക്കാം നമ്മളെ പറ്റിച്ചവന്മാരെ. എന്നെ പറ്റിച്ച് കാശ് കൊടുത്ത് നിങ്ങളെ പറ്റിച്ച്. അതാ 200 മില്യൺ അല്ലേ? അതാ 200 മില്യൺ ഡയമണ്ട് ചുമ്മാ കിട്ടുമോ? 200 മില്യൺ ഒന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞ ആ സ്ഥലത്ത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരുപാട് സ്ഥലം ഉള്ളതുകൊണ്ട്, ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടല്ലോ, അതുകൊണ്ടാ അത്ര മേടിച്ചെന്നാണ് തോന്നുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ബണ്ണിയുടെ ഏരിയ മാത്രമല്ല, ഇത് ഇതിനകത്ത് വില്ലേജിലുള്ള ഒരുപാട് പേരെ ഏരിയ ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്.
ഇത് കാണുന്നത്ര ഒന്നും അല്ല സിറ്റി, ഇത് ഒരുപാട് വലിയ ഏരിയയാണ് തന്നേക്കുന്നവന്മാര്. ഞങ്ങള് ഇനി വേറെ ആരെങ്കിലും ഒക്കെ പോയി പിടിച്ചെടുക്കണം കുറച്ചുകൂടെ. ആദ്യമേ ഉള്ള വാങ്ങിച്ച സ്ഥലത്ത് ബിൽഡ് കൊണ്ടുവരട്ടെ, എന്നിട്ടല്ലേ അതിനകത്തോട്ട് ചെന്ന് വലിഞ്ഞു കയറണ്ട കേട്ടോ. അത് അത്ര നല്ലൊരു സ്ഥലമല്ല. അതിനകത്ത് കയറുമ്പോ പലരും പറയുന്നുണ്ട് ഇവിടെ രാത്രി ആവുന്നുണ്ടെന്ന്. അതിനകത്തുള്ള സത്യാവസ്ഥ ഞാൻ നോക്കി, അകത്തൊക്കെ പൊട്ടിക്കിടക്കുകയാണല്ലോ ബ്രോ. മഴ രാത്രി അകത്ത് കേറിയില്ലല്ല ഞാൻ. അതിന് മുമ്പേ രാത്രിയായോ? അങ്ങോട്ട് ചെന്ന് കാല് വെച്ചതേ ഉള്ളൂ. അതെ, ഇത് നിങ്ങൾ പറഞ്ഞ മറ്റേ പുള്ളിയുടെ ചേട്ടന്റെ പ്രേതത്തിന്റെ കളികളാണോ? അതറിയത്തില്ല. പുള്ളിയായിട്ട് പിന്നെ നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല. പുള്ളി ഇനി ജയിലിൽ ചാടി എവിടെയെങ്കിലോട്ട് രക്ഷപ്പെട്ട് പോയാണോ എന്ന് സംശയമുണ്ട്. അതോ ഇനി അതിനകത്ത് തന്നെ ചത്തിട്ട് ഇനി GT എടുത്ത് മാറ്റി കുഴിച്ചിട്ടതാണോ എന്ന് എനിക്ക് സംശയമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഉള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വേറെ ഇവിടെ നമ്മളെ ജോക്കറുമായിട്ട് ക്ലൗണില്ലേ, പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എൽ ഷേപ്പിലെ സംഭവങ്ങളൊക്കെ ഇവിടെ കുഴിച്ചെടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു. എൽ ഷേപ്പ് സാധാരണ എന്തായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ കാണാറുള്ള അതൊക്കെ തന്നെ. അതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരുപാട് സ്റ്റോറിക്ക് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പം പിന്നെ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. തോന്നിയ സ്ഥലത്തൊന്നും ബിൽഡ് ചെയ്യാൻ പറ്റൂല. വീടിന്റെ സ്ഥലം നമ്മൾ തരാൻ കേട്ടാ. അതുവരെ വേണമെങ്കിൽ ആ മഞ്ഞ വീട്ടിൽ താമസിച്ചോ. എന്നാ അപ്പുറത്ത് ക്ലൗണിന്റെ വീടുണ്ട്, അവിടെ താമസിച്ചോ. അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി നമ്മളെ ഇതിനകത്ത് ഓരോരോ തലക്കകത്ത് വീട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു തല സെലക്ട് ചെയ്താൽ മതി. ഈ തലക്കകത്ത് ഇത് എന്റെ തലക്കകത്ത് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടെ സെറ്റപ്പ് ആയിട്ട് ഹോസ്പിറ്റൽ ഉണ്ട്. ഹോസ്പിറ്റൽ സാധാരണ ജുഗലിന്റെ വീടാണ്. കാരണം വെച്ചാൽ അവന്റെ വീടാണ് എപ്പോഴും പൊട്ടിക്കിടക്കാറുള്ളത്. ഇപ്പൊ എന്റെ GTയുടെ വീടാണ് പൊട്ടിക്കിടക്കുന്നത്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ മഞ്ഞ കളർ നമ്മളെ GTയുടെ അടിയാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ ഇടയ്ക്ക് ചെറുതായിട്ട് കയറി കളിച്ചതാ. ഞാൻ അവിടെ പൊട്ടിച്ചിട്ട് അവന്റെ പേര് എഴുതി വെച്ചു. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. കാര്യം വെച്ച് കഴിഞ്ഞാൽ ജുഗലിനാണെങ്കിൽ എഴുതാനും വായിക്കാനും അറിയത്തില്ലേ. അപ്പൊ അവ അങ്ങനെ എഴുതി വെക്കത്തില്ല. അപ്പൊ അവനെ മനസ്സിലായി ഞാനാണ് ചെയ്തതെന്ന്. അങ്ങനെ വന്നതാ. അയാൾക്ക് എഴുതാനും വായിക്കാൻ അറിയില്ല. ഇല്ല, അതല്ലേ കിടന്ന് ഈ മണ്ടത്തരെല്ലാം വിളിച്ചു പറയുന്ന. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഏതെങ്കിലും ഒരു തല സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പം വൈകാതെ തന്നെ വീടൊക്കെ ക്രിസ്മസ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ വീട് സെറ്റ് ചെയ്യും. അപ്പം അവിടെ കിടക്കാം. അല്ലെങ്കിൽ ഞാൻ വേറൊരു സ്ഥലം തരാം വീട് വയ്ക്കാനായിട്ട്. അപ്പം ഏതെങ്കിലും ഒരു തലക്കകത്തൊക്കെ കയറി താമസിച്ചോ. രാത്രിയാണ്, ഇവിടെ ഇറങ്ങി നടക്കരുത്. പോലീസ് സ്റ്റേഷന്റെ അടുത്തോട്ട് പോവേ ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഗയ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളെ MSN സിറ്റിയിലേക്ക് പുതിയൊരാളും കൂടെ വന്നിരിക്കുകയാണ്. ഇനി ആരെങ്കിലും ഒക്കെ വരുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കിക്കാണണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ MSNല് ആൾക്കാർ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് ഒന്നാമത്തെ ആളാണ് ഇന്ന് നമ്മൾക്ക് റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയിട്ട് വന്നത്. നമ്മളെ സ്വന്തം ബണ്ണി ടെക്കീസ് ആണ്. ബണ്ണി ദാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും ഒക്കെ വരുമോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ കാത്തിരുന്ന് കാണണം. അപ്പം അതൊക്കെയാണ് നമ്മുടെ MSN സിറ്റിയുടെ അപ്ഡേറ്റ്സ്. പിന്നെ ഇനി ക്രിസ്മസ് വരെയാണ്. ക്രിസ്മസ് സെലിബ്രേഷൻ്റെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പം അതൊക്കെ വഴിയെ വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതുവരെ കണ്ടുനിന്ന് സപ്പോർട്ട് ചെയ്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 2K ആണ്. സബ്സ്ക്രൈബ് ചെയ്ത് പവർ ആക്കുക. അപ്പോൾ അടുത്ത വീഡിയോ മറ്റു ദിവസം കാണാം. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് ബൈ ടി സൈനിങ് ഓഫ്. ബൈ.